മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതം 8848 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് നേപ്പാളിൻ്റെയും ടിബറ്റിൻ്റെയും അത്യുന്നതയിലുള്ള അതിരാണ്. ലോക പ്രശസ്തമായ ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് ഏതൊരു സ്വപ്നസഞ്ചാരിയുടെയും ജീവിത സ്വപ്നം. എൻ്റെയും. ഈ മഹാനുഭവത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ മെയ് 22 രാത്രി ഞങ്ങൾ ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 14 ദിവസത്തെ ട്രെക്കിംഗ് ആണ്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ്. അങ്ങനെ അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിനുള്ള പ്രാക്ടീസ് ആയിരുന്നു കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടായിരുന്നത്. അങ്ങനെ വീക്ക്ലി വൺസ് ഓരോ ഹൈക്കിങ്ങിനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങളൊരു ടീമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഞങ്ങളുടെ ഒരു ടീമുണ്ട്, മൗണ്ടൻ ഗോഡ്സ്മെൻ്റെ ടീമുണ്ട്. ആ ടീമിൽ മിക്ക ആൾക്കാരും ഇതിലുണ്ട്. ദുബായ് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. 23 നാളെ കാഠ്മണ്ഡുവിലെത്തും. നാളെ അവിടെ കാഠ്മണ്ഡു സ്റ്റേ ചെയ്തിട്ട് മറ്റന്നാൾ 24 മോർണിംഗ് വെളുപ്പിന് നമ്മൾ അവിടെ നിന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് ലൂക്ല എയർപോർട്ടിൽ പോയിട്ട് പ്ലാനാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ടെൻഷനും ഉണ്ട്. പിന്നെ ഇതെന്താ ഏതാ എങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എല്ലാം വരുന്നിടത്തേക്ക് കാണാം എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് 23 രാവിലെ അവിടെ കാഠ്മണ്ഡുവിൽ ലാൻഡ് ചെയ്തു. TTH ആയിരുന്നു നമ്മുടെ ഏജൻസി. അവരുടെ വെൽക്കമിങ് ഉണ്ടായിരുന്നു, നല്ല സ്വീകരണമായിരുന്നു അവരുടെ. സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റി ഇനി കാപ്പി കുടിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഒന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു തക്കാളി എന്നുള്ള റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. എല്ലാവരും കൂടെ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു. സംസ്ഥാന സമ്മേളനം ഉണ്ടോ ഇവിടെ? CPM സംസ്ഥാന സമ്മേളനം ഉണ്ടോ? ഇനി നേരെ ഹോട്ടലിലോട്ട്. നമ്മളിവിടെ റമദ ഹോട്ടലിലാണ് സ്റ്റേ. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം പശുപതിനാഥ് ടെമ്പിളിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങി. നല്ലൊരു വലിയ ടെമ്പിളാണ്, ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. രാജേഷ് ഭായ് ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചും അമ്പലങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ ഒന്നും കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് പിന്നെ നമുക്കിത് കേട്ടിരിക്കാനേ പറ്റുള്ളൂ. ഗൗതം ബുദ്ധ ജനിച്ച സ്ഥലമാണ് ഇത്. കറക്റ്റ് ഈ സ്ഥലമാണോ? ഈ സ്ഥലമാണ്, ഈ റോഡല്ല. നേപ്പാൾ. നേപ്പാൾ. പിന്നെ രാമന്റെ വൈഫ് സീതായുടെ എന്താ പറയാ ജനന സ്ഥലം ജാദക്പൂർ. ഇതിങ്ങനെ യൂട്യൂബിലിട്ടാ കമന്റ്സ് വരെ ഇടയില്. ഇത് നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? എന്തിനാ? ആരുടെ ബർത്ത്ഡേ ആയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് പോകുന്നത് നമ്മള്? അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇന്ന് പശുപതിനാഥ് ടെമ്പിൾ അല്ലേ? അമ്പലത്തിനകത്ത് എത്തിയപ്പോഴും നല്ല തിരക്കായിരുന്നു. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാട് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ഡാൻസ് പെർഫോമൻസും എന്തൊക്കെയോ കാണാമായിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുള്ള ആംബിയൻസ് ആണ്. സ്റ്റാർട്ടിങ് മുതൽ ഇതിനകത്തുള്ള എല്ലാ ഏരിയയും നല്ല ഭംഗിയാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് നല്ല തിരക്കും കാണുന്നുണ്ട്. പിന്നെ ഓരോ സൈഡിലും ഓരോ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് അമ്പലത്തിൻ്റെ മുന്നിലെത്തുമ്പോഴേക്കും നല്ല ക്യൂ ഒക്കെ കാണുന്നുണ്ട്. ആ ക്യൂ നിന്നിട്ട് വേണം അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. ഏറ്റവും അകത്ത് കയറണമെങ്കിൽ ഒരുപാട് നേരം പിടിക്കുന്നു തോന്നുന്നുണ്ട്. അടുത്ത് തന്നെ പോയിട്ട് ദർശനം കിട്ടും. അതുകൊണ്ട് അവിടെയും വേറൊരു ഫ്രണ്ടിലെ കൂടി ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് കൂടിയിട്ടാണ് നമ്മൾ പോയി ദർശനം കഴിഞ്ഞ് വന്നത്. അമ്പലത്തിനകത്ത് കയറുമ്പോൾ വീഡിയോ അലൗഡല്ല, അവർ വീഡിയോ എടുക്കാൻ പറ്റില്ല പറഞ്ഞപ്പോൾ പിന്നെ അകത്തുള്ള വിഷ്വൽസ് നമ്മൾ ഷൂട്ട് ചെയ്തില്ല. ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പുറത്തിറങ്ങി തിരിച്ചിറങ്ങുന്ന വഴി ഇവിടെ ഒരു ടീം ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും കൂടി ഡാൻസ് കളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. ഹായ്, എൻ്റെ റൂം പാർട്ട്ണറായിട്ട് ജോ ചേട്ടനുണ്ട്. ഹലോ. പശുപതിനാഥ് ടെമ്പിളിൽ പോയി ദർശനം കഴിഞ്ഞു. നല്ല ദർശനമായിരുന്നു. ഇപ്പോൾ റൂമിലൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കയറി.
ഇനിയിപ്പോൾ എല്ലാം ഒന്ന് നാളേക്ക് പോകാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 4 മണിക്ക് ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അതൊക്കെ പോയി വാങ്ങണം. കുറച്ച് മിസ്സിങ്ങുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പോയി വാങ്ങണം. അതൊക്കെ വാങ്ങിയിട്ട് ഇന്ന് ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നാളെ രാവിലെ 6 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. 7:30 കാഠ്മണ്ഡുവിൽ ലൂക്ല ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് ലൂക്ല എത്തിയിട്ട് അവിടുന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. നാളെ രാവിലെ 5 മണിക്ക് ഇവിടുന്ന് പോകണം. അതിനുള്ള ഒരുക്കങ്ങളാണ് കാണുന്നത്. ഓരോ ജാക്കറ്റ്, അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഒതുക്കി വെച്ചു. ഇനി എല്ലാം ബാഗിലേക്ക് മാറ്റണം. ആകെ 11 kg മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കേണ്ടി വരും. ഒരു ഡൗൺ ജാക്കറ്റ്, ഒരു ഫ്ലീസ് ജാക്കറ്റ്, ട്രെക്ക് പാൻസ്, പിന്നെ തെർമൽ വെയർ ഒരു 2 എണ്ണം, തെർമൽ സോക്സും നോർമൽ സോക്സും, ടീഷർട്ട്സ് ഒരു 4 എണ്ണം ഉണ്ട്, നോർമൽ ടീഷർട്ട്സ് ഒരു 3 എണ്ണം ഉണ്ട്. നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ടീഷർട്ടാണ്. ഗ്ലൗസ്, ലൈനർ ഗ്ലൗ, ക്യാപ്പ്, വാമേഴ്സ്, സോളാർ പവർ ബാങ്ക്, വാട്ടർ ബാഗ്, ടോർച്ച്, മെഡിക്കൽ ഐറ്റംസ്, എൻ്റെ ക്യാമറയുടെ ബാഗ്, മെയിൻ ബാഗ്, ഗ്ലാസ്, വൈപ്സ്, അതൊക്കെ ഈ ബാഗിൽ ഒതുക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവർ തരുന്ന ബാഗാണ് നമുക്ക്. ഇതിന് ഒരു 1.5 കിലോ ഉണ്ട്. അപ്പോൾ ഇനി നല്ല വിഷ്വൽസുമായി അടുത്ത വീഡിയോയിൽ.